Hi dears, welcome to all. In the previous class, we have completed some portions in the chapter The Sarang of Ranaganji. Today, let us continue that chapter. Okay. We stopped the last paragraph. Back in the surgery, one of the Lascars was in the grip of a violent rigor. Isn't it? We will make a shelter on the after deck, Dr. Sahib, very cool there, with plenty of fresh air. In the stern of the ship, protected from a view of a battery of derricks and donkey engines, he set to work. Within an hour, he had erected with a silent efficiency a large canvas shelter. Mattresses and sheets were then brought up, and then two patients were comfortably installed there. In the back of the ship, Hassan began to work for Lascar deckhands. In an hour, he erected a large canvas shelter. കപ്പലിൻ്റെ പിറകുവശത്തായി ഹസൻ പണി തുടങ്ങി. ഷീറ്റ് വലിച്ചു കെട്ടി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ചെറിയ സ്ഥലം രോഗികൾക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കി. മാട്രസസ് ആൻഡ് ഷീറ്റ്സ് വെർ ദെൻ ബ്രോട്ട് അപ്പ് ആൻഡ് ടു പേഷ്യൻസ് വെർ കംഫർട്ടബിളി ഇൻസ്റ്റാൾഡ് ദർ. പായകളും ഷീറ്റുകളും കൊണ്ടുവന്നു. രണ്ട് രോഗികളെയും വളരെ ആശ്വാസത്തോടെ അങ്ങോട്ട് മാറ്റി. Our next step was to muster a crew of the thorough medical inspections. One of the strokers, who complained of fever and headache, showed the prodromal nodules with the beginning of the typical rash. He was isolated with the other cases. എല്ലാ കപ്പൽ ജോലിക്കാരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പനിയും തലവേദനയുമാണെന്ന് പറഞ്ഞ് മറ്റൊരു ജോലിക്കാരനും ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. അയാളെയും മറ്റു 2 പേരുടെയും കൂടെ താമസിപ്പിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തിണർപ്പ് പോലെ ഒരുപാട് കുരുക്കൾ വന്നതായി കാണപ്പെട്ടു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെയും ഇവരുടെ കൂടെ കൂട്ടിയത്. And now, who is going to help me to attend these men? Hassan glanced at me in surprise. Why, naturally it is I. പിന്നീട് ഡോക്ടർ ചോദിക്കുകയാണ്, ആരാണ് ഈ ഒരു രോഗികളെ പരിചരിക്കുന്നതിൽ എന്നോട് സഹായിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഹസൻ പറഞ്ഞു, ഞാൻ സഹായിക്കാമെന്ന്. പകരാൻ സാധ്യതയുള്ള അസുഖമാണെന്ന് ഞാൻ അയാൾക്ക് മുന്നറിയിപ്പ് നൽകി. യു മസ്റ്റ് ബി കെയർഫുൾ, ദ ഡിസീസ് ഈസ് മോസ്റ്റ് കണ്ടാജിയസ്. കണ്ടാജിയസ് മീൻസ് പകർച്ചവ്യാധി. ഈ ഒരു അസുഖം വളരെയധികം പകരുന്ന അസുഖമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഐ ആം നോട്ട് അഫ്രൈഡ് ഡോക്ടർ സാഹിബ്. അല്ലേ, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. Together, Hassan and I sponged the patients with a permanganate solution, administered to each man a strong antipyretic, hung sheets soaked in disinfectant around the shelter, and set up within the little secret area a cooking stove where liquids could be heated and meals were prepared. രണ്ടുപേരും ഉടനെ തന്നെ അവരുടെ മുറിവുകളെല്ലാം പെർമാംഗനേറ്റ് സൊല്യൂഷനിൽ മുക്കിയ പഞ്ഞി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുകയും അവർക്ക് മരുന്നുകൾ നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു സ്ഥലം ഷീറ്റുകളൊക്കെ ഉപയോഗിച്ച് മറക്കുകയും പാചകം ചെയ്യാൻ ഒരു സ്റ്റൗ സംഘടിപ്പിച്ച് വെക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ദ്രാവക രൂപത്തിലുള്ള ആഹാരങ്ങൾ പാകം ചെയ്ത് ഞങ്ങൾ നൽകുകയും ചെയ്തു. ഇവിടെ സൈഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. വേർ ആൻഡ് ഹൗ വാസ് ദ ഷെൽട്ടർ ഫോർ ദ ഇൻഫെക്റ്റഡ് പേഷ്യൻസ് മെയ്ഡ്? എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ജോലിക്കാർക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അവർ ഉണ്ടാക്കിയത്? അതിൻ്റെ ആൻസർ ഈ ഒരു പാരഗ്രാഫുകളിലായിട്ട് നമുക്ക് കാണാം. ദ ഷെൽട്ടർ ഫോർ ദ ഇൻഫെക്റ്റഡ് പേഷ്യൻസ് വാസ് മെയ്ഡ് ഇൻ ദ ബാക്ക് പാർട്ട് ഓഫ് ദ ഷിപ്പ് വേർ ഇറ്റ് വുഡ് ബി സോ വിസിബിൾ ടു അതേഴ്സ്. കപ്പലിൻ്റെ പിറകുവശത്തായി മറ്റുള്ളവർ കാണാത്ത രീതിയിലായിരുന്നു അവർക്ക് വിശ്രമസ്ഥലം ഉണ്ടാക്കിയിരുന്നത്. ഹസൻ വാസ് ദ മെയിൻ പേഴ്സൺ ഹൂ മെയ്ഡ് ദ ഷെൽട്ടർ. ഈ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പ്രധാനമായും പരിശ്രമിച്ച വ്യക്തിയാണ് ഹസൻ. ഇൻ ആൻ അവർ, ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരു ക്യാൻവാസ് ഷെൽട്ടർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി. മാട്രസസ് ആൻഡ് ഷീറ്റ്സിലെ പായകളും ഷീറ്റുകളും എല്ലാം കൊണ്ടുവരികയും 2 രോഗികളെയും അങ്ങോട്ട് വളരെ ആശ്വാസത്തോടെ മാറ്റുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ആൻസർ. Next morning, however, brought fresh cases for concern. I found 3 new cases among the deckhands. The men already segregated were much worse.
And that same afternoon, 4 more of crew sickened. We now had been 10 cases in our makeshift lazaretto. It was a situation to test the strongest nerves, but the Sarang, calm and unperturbed, gave me fresh heart in tending the patients. He was indefatigable. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വിഷമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായി. ഫ്രഷ് കോസ് ഫോർ കൺസേൺ മീൻസ് വറി. എന്തായിരുന്നു അത്? 3 ന്യൂ കേസസ് were ഫൗണ്ട് among the deck hands. പുതുതായി 3 പേർക്ക് കൂടി അസുഖം ബാധിച്ചതായി കണ്ടെത്തി. അതുപോലെ തന്നെ ദ മെൻ ഓൾറെഡി സെഗ്രിഗേറ്റഡ്. സെഗ്രിഗേറ്റഡ് മീൻസ് സെപ്പറേറ്റഡ്. ആദ്യം സെപ്പറേറ്റ് ചെയ്ത 2 പേരുടെ അവസ്ഥ വേർ മച്ച് വേഴ്സ്. അത് വളരെയധികം അവശ നിലയിലായിരുന്നു. അതുപോലെ തന്നെ ഇൻ ദ സെയിം ആഫ്റ്റർനൂൺ, അതേ ദിവസം ഉച്ചതിരിഞ്ഞ് 4 more ഓഫ് ദ ക്രൂസ് വെർ സിക്ക്. 4 പേർക്ക് കൂടി രോഗലക്ഷണങ്ങൾ കണ്ടു. ആ ചെറിയ സ്ഥലത്ത് ഇപ്പോൾ വി ഹാഡ് നൗ 10 കേസസ് ഇൻ അവർ മേക്ക്ഷിഫ്റ്റ് ലാസററ്റോ. ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയ ആ ഒരു ക്യാൻവാസ് ഷീറ്റിനുള്ളിൽ ഏകദേശം 10 പേരായിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. ഇറ്റ് വാസ് എ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടു ടെസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് നെർവ്സ്. നമുക്ക് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് നെർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമുണ്ടോ എന്ന് ധൈര്യ പരീക്ഷണത്തിൻ്റെ ഒരു സമയമായിരുന്നു അത്. കാരണം ഇത്രയും പെട്ടെന്ന് പടരുന്ന അസുഖമായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. പക്ഷേ ഹസൻ ശാന്തനും അചഞ്ചലനുമായിരുന്നു. അദ്ദേഹം ഒരു മാറ്റവുമില്ലാതെ, ഒരു പ്രയാസവും അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും കണ്ടിരുന്നില്ല. രോഗികളെ പരിചരിക്കുന്നതിൽ ഒരിക്കലും അദ്ദേഹം ക്ഷീണിതനായി കണ്ടതേയില്ല. ഇൻ ടെൻഡിങ് ദ പേഷ്യൻസ്, ഈ പേഷ്യൻസിനെ പരിഹരിക്കുന്നത് ഇൻഡിഫാറ്റിഗബിൾ, ക്ഷീണനായ ഒരു ആളായിരുന്നു ആര്? ഹസൻ. ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്, ഐ ഹാഡ് ടു ബെഗ് ഹിം, ഡു നോട്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയുമായിരുന്നു രോഗികളുടെ അടുത്തേക്ക് വളരെ അടുത്തേക്ക് പോകരുതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കും അല്ലേ. നൗ ഹി ഷോഡ് ഹിസ് സ്ട്രോങ് ടീത്ത് ഇൻ സഡൻ ഫ്ലീറ്റിംഗ് സ്മൈൽ, ആർ യു കെയർഫുൾ ടു യുവർ സെൽഫ് ഡോക്ടർ സാഹിബ്. അത് പറയുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇൻഡീഡ് ഐ ആം, ബിസൈഡ്സ് ദിസ് ഈസ് മൈ വർക്ക്. ഞാൻ ശ്രദ്ധാലുവാണെന്നും, പക്ഷേ ശ്രദ്ധാലു മാത്രമല്ല ആയിട്ട് കാര്യമില്ല, ദിസ് ഈസ് മൈ ഡ്യൂട്ടി, ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണെന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് നോക്കാം. ഡു നോട്ട് വറി ഡോക്ടർ സാഹിബിലെ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട, ഐ ആം സ്ട്രോങ്. ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്. ആൻഡ് ദിസ് ഈസ് മൈ വർക്ക് ടു, ഇത് എൻ്റെയും കൂടി ജോലിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഐ വാസ് സോ വെയ്ഡ് ഡൗൺ ബൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഐ ഹാഡ് എ സ്ലൈഡ്. ഇവിടെ സൈഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. ഹൗ ഡിഡ് ദ സറാങ് ടേക്ക് കെയർ ഓഫ് ദ ഡിസീസ്ഡ് പേഷ്യൻസ്. അസുഖം ബാധിച്ചവരെ ഹസൻ എങ്ങനെയായിരുന്നു പരിചരിച്ചിരുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ദ സെറാങ് വാസ് വെരി സിൻസിയർ. സെറാങ് വളരെയധികം സിൻസിയറായിട്ടായിരുന്നു, വളരെ ആത്മാർത്ഥമായി, ആൻഡ് കമ്പാഷനേറ്റ് അല്ലേ, വളരെ സഹാനുഭൂതിയോടെയായിരുന്നു രോഗികളെ പരിചരിച്ചിരുന്നത്. ഇൻ കെയറിങ് ഫോർ ദ ഡിസീസ്ഡ് പേഷ്യൻസ്. ഇറ്റ് വാസ് എ സിറ്റുവേഷൻ ടു ടെസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് നെർവ്സ്. സ്ട്രോങ്ങസ്റ്റ് നെർവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ധൈര്യ പരീക്ഷണ സമയത്തായിട്ട് പോലും അദ്ദേഹത്തിന് യാതൊരു സങ്കടമോ അല്ലെങ്കിൽ പരിഭ്രമമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹി വാസ് കാം ആൻഡ് അൺഡിസ്റ്റർബ്ഡ് ഇൻ അറ്റൻഡിങ് ദ പേഷ്യൻസ്. രോഗികളെ പരിചരിക്കുന്നതിൽ ഹി സീംഡ് അൺടയറിങ്. രോഗികളെ പരിചരിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം അക്ഷീണനായിരുന്നു. ദ ഡോക്ടർ ഹാഡ് ടു ബെഗ് ഹിം ടു ബി കെയർഫുൾ ആൻഡ് ആസ്ക്ഡ് ഹിം നോട്ട് ടു ഗോ ക്ലോസ് ടു ദ പേഷ്യൻറ്റ്. ഡോക്ടർ അദ്ദേഹത്തോട് അവരുടെ വളരെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി സെറാങ് വാസ് നോട്ട് അഫ്രൈഡ്. അദ്ദേഹത്തിന് ഒരു പേടിയും ഇല്ലായിരുന്നു. ആൻഡ് ഹി കണ്ടിന്യൂഡ് ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻറ്റ് ഇൻ ഓൾ പോസിബിൾ വേസ്. തന്നോട് കഴിയുന്ന എല്ലാ രീതിയിലും രോഗികളെ പരിചരിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായി മാറി. I was so weighed down by responsibility that I had a slight concern for myself. ജോലിയുടെ ഭാരം മൂലം ഞാൻ വളരെയധികം ക്ഷീണിതനായി. Although we were moving full steam ahead കൊളംബോ. അതുപോലെ തന്നെ ഈ ഒരു ജോലി ഭാരം എന്നെ വളരെയധികം വിഷമിച്ചു. കപ്പൽ ഏറ്റവും പരമാവധി സ്പീഡിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന തുറമുഖം കൊളംബോ തുറമുഖമായിരുന്നു. ദ നിയറസ്റ്റ് പോർട്ട് ഓഫ് കാൾ വാസ് സ്റ്റിൽ 8 days away. പക്ഷേ ഇനി അവിടെ എത്താൻ ഇനിയും 8 ദിവസങ്ങൾ വേണ്ടിവരും. അങ്ങനെ ആ ഒരു പരിഭ്രമത്തിലിരിക്കുകയാണ്
ആ സമയത്ത് ഇൻ ദ കോഴ്സ് ഓഫ് ദ നെക്സ്റ്റ് 48 ഹവേഴ്സ്, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ 4 പേർക്ക് കൂടി അസുഖം ബാധിച്ചു. 4 more സ്റ്റോക്കേഴ്സ് വെൻ ടു ജോയിൻ ദ അതേഴ്സ്. അല്ലെ, 4 പേർക്ക് കൂടി രോഗം ബാധിച്ചു. എ ടോട്ടൽ ഓഫ് 14 നൗ. ഇപ്പോൾ ആകെ 14 പേർക്ക് രോഗബാധിതനായി. ആൻഡ് വൺ ഓഫ് ദ ഏർലിയർ വിക്ടിംസ് ഹാഡ് ലാപ്സ്ഡ് വെൻ ടു കോമ. ആദ്യമായി അസുഖമുണ്ടായിരുന്ന ആ 2 പേര് ഇപ്പോൾ അബോധാവസ്ഥയിലേക്ക് മാറി. ആൻഡ് സീംഡ് ലൈക്ലി ടു ഡൈ അറ്റ് എനി ഹവർ. ഏത് നിമിഷവും മരിക്കാവുന്ന രീതിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അണ്ടർ ദിസ് ആഡഡ് ലോഡ് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഈ ഒരു വിഷമം കാരണം എനിക്ക് രാത്രിയൊന്നും ഉറങ്ങാനേ പറ്റിയില്ല. കാരണം ആ ഒരു പരിഭ്രമം കൊണ്ട് ഞാൻ വളരെയധികം സങ്കടമുള്ളവനായി. ആൻഡ് ദെർ വേർ ഐ ന്യൂ ഐ ഷുഡ് ഫൈൻഡ് ഹിം. ആ സമയത്തെല്ലാം എനിക്ക് കാണാമായിരുന്നു. വാച്ച്ഫുൾ ആൻഡ് മ്യൂട്ട് അണ്ടർ ദ സ്റ്റാർസ് വാസ് ദ സെറാങ്. അല്ലെ, ദ സെറാങ് വാസ് ആൾവേസ് ദർ ഹെൽപ്പിംഗ് മീ. ആ സമയത്തെല്ലാം എന്നെ സഹായിച്ചിരുന്നത് ഹസൻ ആയിരുന്നു. വെൻ ഹി സ്റ്റുഡ് ഇൻ മെഡിറ്റേഷൻ. അദ്ദേഹം ധ്യാനത്തിലായി നിൽക്കും. ഹൗ ഷാൾ ഐ ഡിസ്ക്രൈബ് ദി സൊലാസ്. അല്ലെ, ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം ഈ ഒരു ഹസൻ്റെ ക്യാരക്ടറിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വാച്ച്ഫുൾ ആൻഡ് മ്യൂട്ട് അണ്ടർ ദ സ്റ്റാർസ് വാസ് ദ സെറാങ്. ഹൗ ഷാൾ ഐ ഡിസ്ക്രൈബ്. ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. ദ സൊലാസ് വിച്ച് ഫ്ലോഡ് ടുവേർഡ്സ് മീ ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്നും എന്നിലേക്ക് ഒഴുകുന്ന ആ ഒരു സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വിവരിച്ചു തരുന്നത്. ആസ് ഹി സ്റ്റുഡ് ഫോർ ഇൻ മെഡിറ്റേഷൻ. ധ്യാനത്തിലായി അദ്ദേഹം നിൽക്കുമ്പോൾ. വിത്ത് ഹിസ് ലോങ്സ് ആംസ് ഫോൾഡഡ് ഓൺ ഹിസ് ബെയർ ചെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ നീളമുള്ള കൈകൾ തൻ്റെ ചെസ്റ്റിലേക്ക് മടക്കി വെച്ചിട്ട് മോഷൻലെസ് ആസ് എ സ്റ്റാച്ചു. ഒരു സ്റ്റാച്ചു പോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥനയിലാണ്. ഹി വാസ് എ മുസ്ലിം. അദ്ദേഹം നിസ്കാരത്തിലാണ്. വെൻ എ സിക്ക് മാൻ. ഈ സമയത്ത് അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുഴുകുന്ന സമയത്ത് എ സിക്ക് മാൻ ഗ്രൗണ്ട് ഫെയിലി. ഒരു രോഗി ചെറുതായൊന്ന് ഗ്രൗണ്ട് ഒന്ന് മുരളിയപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒന്ന് ഞെരങ്ങിയപ്പോൾ ഹി വുഡ് സ്റ്റെപ്പ് ഫോർവേഡ്. അദ്ദേഹത്തെ നോക്കാനായി അദ്ദേഹം മുന്നോട്ട് വന്നു. വിത്തൗട്ട് സൗണ്ടിലെ ഒരു അനക്കവുമില്ലാതെ ടു സോക്കർ ഹിം. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വേണ്ടത് ചെയ്തു കൊടുത്ത് ദെൻ റിട്ടേണിങ്. വീണ്ടും അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ഹി വുഡ് ഫോൾഡ് ഹിസ് ആംസ്. വീണ്ടും അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. വൈൽ ദ ഷിപ്പ് സർജ്ഡ് സ്ലോലി ഫോർവേഡ്. ഈ സമയത്തൊക്കെ കപ്പൽ വളരെയധികം സ്പീഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഇത് മുതലൊക്കെ നമുക്ക് ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി നമുക്ക് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താം. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് പ്രധാനമായും ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ ഉണ്ടായിരിക്കേണ്ട 2-3 പാരഗ്രാഫിനെ കുറിച്ചാണ് അടുത്ത ഇതിൽ പറയുന്നത്. അത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഇത് മസ്റ്റായിട്ടും ആ ഒരു എസ്സേയിൽ ഉണ്ടാവേണ്ടതാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഹസൻ ഹാഡ് നോ ഫോണ്ട്നെസ് ഫോർ സ്പീച്ച്. ഹസൻ കൂടുതൽ വാചാലനായിരുന്നില്ല. സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളായിരുന്നു. ബട്ട് ഡെസ്പൈറ്റ് ഓഫ് ദ സൈലൻസ് ഓവർ ലോങ് നൈറ്റ് വിജിൽസ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് നീണ്ട രാത്രിയുടെ ആ ഉറക്കിളച്ചലിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു. 2 പേരും ഉറങ്ങാതെ രോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ചു. ഐ ഗേതേർഡ് സം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഹിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ ശേഖരിച്ചു. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്. അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ളതായിരുന്നു. വെൻസ് ഹിസ് പാരൻസ് ഹാഡ് വാണ്ടേഡ് ടു സദേൺ ഇന്ത്യ. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പാരൻസ് സദേൺ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതാണ്. ദർ ലൈക്ക് സോ മെനി ഇൻ ദ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിലുള്ള മറ്റുള്ളവരെ പോലെ തന്നെ ഹി ഹാഡ് ടേക്കൻ ടു എ സീഫാറിംഗ് ലൈഫ്. അദ്ദേഹവും സമുദ്രത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെ തിരഞ്ഞെടുത്തു. ഫോർ നിയർലി 40 years, ഏകദേശം 40 വർഷത്തോളമായി ഹി ഹാഡ് ഗിവൺ ഹിംസെൽഫ് ടു ദ ഓഷ്യൻ ഓഫ് ദ വേൾഡ്. അദ്ദേഹം ലോകത്തിലെ സമുദ്രങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് 15 of these years, ഇതിൽ 15 വർഷമായി ഹി ഹാഡ് ബീൻ സ്പെൻഡ് ഇൻ ദ രണാഗഞ്ചി. അദ്ദേഹം രണാഗഞ്ചിയിലാണ് ചെലവഴിച്ചത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഇൻഫോർമേഷൻ ഡിഡ് ഡോക്ടർ എ ജെ ക്രോണിൻ കളക്ട് അബൌട്ട് ദ സെറാങ്. സെറാങ്ങിനെ കുറിച്ചുള്ള എന്ത് വിവരങ്ങളാണ് ഡോക്ടർ ക്രോണിന് ലഭിച്ചത്? അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ ഡോക്ടർ ക്രോണിൻ ഗ്യാതേർഡ് സം ഇൻഫോർമേഷൻ അബൌട്ട് ദ സെറാങ്സ് പാസ്റ്റ് ഹിസ്റ്ററി. ഹിസ് നെയിം വാസ് ഹസൻ. He was from the Punjab, but his parents had moved to South India. There, like many others in the coastal region, he had taken a seafaring life.
For nearly 40 years, he had been traveling in the various oceans of the world. In the Ranaganji, he had spent 15 years. ഇത്രയുമാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഭാഗം നോക്കാം. Indeed, he had no place on shore, neither family nor friends in the great landmass of India. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തീരത്ത് ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് നെവർ മാരീഡ്. അദ്ദേഹം വിവാഹവും കഴിച്ചിട്ടില്ല. അയാൾക്ക് സ്ഥലമോ ചങ്ങാതികളോ കുടുംബമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിവാഹിതനായിരുന്നു. ഇത്രയുമാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫും ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. മതപരമായിട്ട് അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വയർഡ് നത്തിങ്. ഇതുവരെയായിട്ട് അദ്ദേഹം ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല. നൈദർ പ്രോപ്പർട്ടി നോർ മണി. സ്വത്തോ പണമോ സമ്പാദിച്ചില്ല. ഹിസ് ഫ്യൂ പൊസഷൻസ്. കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. കണ്ടെയ്ൻഡ് ഹിൻസ് ഷിപ്പ് ചെസ്റ്റ്. അത് ഷിപ്പിൽ ഉണ്ട് താനും. മൈറ്റ് ബി വർത്ത് ഓഫ് ഫ്യൂ റുപ്പീസ്. അത് ഏകദേശം കുറച്ച് പൈസയുടെ സാധനങ്ങളാണ്. ദ തോട്ട് ഹേർട്ട് മീ. ഈ ഒരു ചിന്തയെല്ലാം എന്നെ വളരെയധികം വേദനിപ്പിച്ചു. ആൻഡ് ഇൻ ആൻ ആക്സസ് ഓഫ് മിസ്റ്റേക്കൺ സിമ്പതി ഐ എക്സ്ക്ലൈംഡ്, ഹസൻ, യു ആർ ഡൂയിങ് സോ മച്ച് ഇൻ ദിസ് എമർജൻസി. ദ കമ്പനി മസ്റ്റ് ഗിവ് യു an extra pay. His forehead creased perplexedly. He was silent for a long moment. Then he answered, what use is money, Dr. Sahib, to one who has all he needs? I am well enough the way I am. അദ്ദേഹം ആകെയുള്ളത് കപ്പലിൽ നിന്ന് ഇത് കിട്ടുന്ന പണം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിന് ഫാമിലി ഇല്ല, സ്വത്ത് ഒന്നും തന്നെ അദ്ദേഹത്തിനില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ, ഇതെല്ലാം വന്നപ്പോൾ, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, ഈ ഒരു ആവശ്യം വരുമ്പോൾ അല്ലേ, ഇത്രയും ഈ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എന്നെ സഹായിച്ചതുകൊണ്ട് കമ്പനി നിങ്ങൾക്ക് തീർച്ചയായും ധാരാളം പണം തരുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം അല്പനേരം മൗനം പാലിച്ചതിന് ശേഷം ചോദിക്കുകയാണ്, ആവശ്യമുള്ളതെല്ലാം ഒരാൾക്ക് ലഭിക്കുമ്പോൾ പിന്നെ പണത്തിൻ്റെ ആവശ്യം എന്താണ്? അയാളുടെ ഇപ്പോഴുള്ള രീതികളിൽ അയാൾ സന്തോഷവാനായിരുന്നു. കൂടുതൽ പൈസയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഹി വാസ് അൺമിസ്റ്റേക്കബിളി സിൻസിയർ. അദ്ദേഹം വളരെയധികം ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും ഒരു പൈസയൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അതിൽ നിന്നൊക്കെ അദ്ദേഹം വളരെയധികം ഡിറ്റാച്ച്ഡാണ്. മണി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ഹിം. അദ്ദേഹത്തിന് പണത്തോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ഹി ഹാഡ് ആൾവേസ് ഡെസ്പൈസ്ഡ് ഇറ്റ്. പണത്തോട് അദ്ദേഹത്തിന് പുച്ഛം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബഹുമാനത്തിന് പകരം പുച്ഛമായിരുന്നു തോന്നിയത്. അതുപോലെ തന്നെ അദ്ദേഹം ധൈര്യവാനും ആത്മനിയന്ത്രണമുള്ളവനും വിശ്വാസിയുമായിരുന്നു. He had courage, self-control and faith. The men he worked among the lived poor and died poor. അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ആളുകൾ പാവപ്പെട്ടവരായി ജീവിക്കുന്നവരായിരുന്നു, പാവപ്പെട്ടവരായി മരിക്കുകയും ചെയ്യുന്നു. നാളെയെക്കുറിച്ച് ഇറ്റ് ഹാഡ് ബിക്കം ദ ഹാബിറ്റ് ഓഫ് ഹിസ് മൈൻഡ് ടു ഡിസ്റിഗാർഡ് ടുമോറോ. നാളെയെക്കുറിച്ച് ആശങ്കപ്പെടാതെ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ഈ ഒരു 3 പാരഗ്രാഫാണ് വളരെ നിർബന്ധമായിട്ടും ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ നാം ഉൾപ്പെടുത്തേണ്ടത്. ദെൻ ഇതിലൊരു സൈഡിലൊരു ക്വസ്റ്റ്യൻ കാണാം. വാട്ട് വാസ് ദ ഹസൻസ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് ആസ് എക്സ്പ്ലെയിൻ ടു ഡോക്ടർ ക്രോണിൻ. ഹസൻ്റെ ജീവിതത്തോടുള്ള മനോഭാവം ക്രോണിൻ വിവരിക്കുന്നത് എങ്ങനെയാണ്? ഈ ലാസ്റ്റ് പാരഗ്രാഫിലാണ് അതിൻ്റെ ആൻസർ. ഹസൻ തോട്ട് മണി വാസ് നോ യൂസ് ഫോർ സം വൺ ഹു ഹാഡ് ഓൾ ദാറ്റ് ഹി നീഡഡ്. ഹസൻ്റെ രീതിയിൽ ജീവിതത്തിൽ ഒരാൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പണത്തിൻ്റെ ആവശ്യം ഇല്ല. ഹി വാസ് ക്വയറ്റ് ഹാപ്പി വിത്ത് ദ വേ ഹി വാസ്. അദ്ദേഹം ഇപ്പോഴുള്ള രീതികളിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. ഹി നീഡഡ് നോ എക്സ്ട്രാ മണി ഫോർ ഹിസ് സർവീസ്. കൂടുതൽ ജോലി ചെയ്യുന്നതിൽ വേറെ പണം അദ്ദേഹത്തിന് ആവശ്യമില്ല. ഹി ഹാഡ് നോ റെസ്പെക്റ്റ് ഫോർ മണി. അദ്ദേഹത്തിന് പണത്തോട് ബഹുമാനമില്ലായിരുന്നു. പക്ഷേ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓൾവേസ് ഹി ഡിസ്പൈസ്ഡ് ഇറ്റ്. പണത്തോട് പുച്ഛമായിരുന്നു അദ്ദേഹത്തിന്. ഹി വാസ് നെവർ വറീഡ് അബൌട്ട് ടുമോറോ. ഒരിക്കലും നാളെയെക്കുറിച്ച് അദ്ദേഹത്തിന് സങ്കടമില്ലായിരുന്നു. ഇത്രയുമാണ് ഡോക്ടർ A.J. ക്രോണിൻ അദ്ദേഹത്തിൻ്റെ ജീവിത നിലപാടിനെക്കുറിച്ച് പറയുന്നത്. Standing with him in the liquid moonlight, I was stung by a strange pang. Beside his clear simplicity, the world's value suddenly seemed dross. A great party had started in the saloon. Indeed, as I viewed my own outlook towards the future, my passionate desire for success and wealth, I was conscious of secret shame.
നിലാവെളിച്ചത്തിൽ ഇയാളോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു വേദന അനുഭവപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തോട് ചേർത്ത് നിർത്തുമ്പോൾ ലോകത്തിലെ മൂല്യങ്ങൾക്കെല്ലാം വിലയില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അതേസമയം സലൂണിൽ പാർട്ടി ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ജീവിതത്തിൽ വിജയം നേടാനും ധനം നേടാനും ഒക്കെ വളരെയധികം ആഗ്രഹമുള്ളവനായിരുന്നു ഞാൻ. അദ്ദേഹത്തോട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആകെ നാണം കൊണ്ട് ഞാൻ ചൂളിപ്പോയി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ഓൺ ദ ഫോളോയിങ് ഡേ, പിറ്റേ ദിവസം തന്നെ, വി ലോസ്റ്റ് 2 of our patients. ഞങ്ങളുടെ 2 രോഗികളെ ഞങ്ങൾക്ക് നഷ്ടമായി. എന്നാൽ അവർ 2 പേര് മരിച്ചു. അങ്ങനെ ഇറ്റ് വാസ് ദ ഹസൻ ഹിംസെൽഫ് who sewed their shrouds, who was in the hoarse and hollow voice read aloud a short passage from Ramayana before their bodies, wrapped in sailcloth with a weight at their feet, were cast overboard at midnight. അവരെ വെള്ള വസ്ത്രം കൊണ്ട് മൂടി പൊതിഞ്ഞതും അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് പരുക്കൻ ശബ്ദത്തിൽ രാമായണത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ പറഞ്ഞതും ആരായിരുന്നു? ഹസനായിരുന്നു. അദ്ദേഹം കാലിൽ എന്തോ കനമുള്ള സാധനങ്ങൾ കെട്ടിത്തൂക്കി പായ്മരത്തിൽ ഉപയോഗിക്കുന്ന തുണി കൊണ്ട് അവരെ മൂടി പാതിരാത്രിയിൽ ആ ശരീരങ്ങൾ കടലിലേക്ക് എറിഞ്ഞു. ഇതെല്ലാം സ്വന്തം കൈകൊണ്ട് ചെയ്തത് ആരാണ്? ഹസനായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫ്, നോ ഫ്രഷ് കേസസ് ഡെവലപ്ഡ് ആൻഡ് എ വീക്ക് ലേറ്റർ വി ആങ്കേർഡ് ഓഫ് കൊളംബോ. പുതിയതായി രോഗം ബാധിച്ചവരൊന്നും ഇല്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വി റീച്ച്ഡ് കൊളംബോ. ഞങ്ങൾ കൊളംബോയിലെത്തി. കൊളംബോയിൽ 8 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ കൊളംബോയിലെത്തുന്നത്. ആ സമയമായപ്പോഴേക്കും രോഗികളെല്ലാം വളരെയധികം അവശനിലയിലായിരുന്നു. സൂൺ ദ സിക്ക് മെൻ ഹാഡ് ബീൻ ടേക്കൺ ഓഫ് ദ ഹോസ്പിറ്റൽ. അസുഖം ബാധിച്ചവരെയെല്ലാം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. സെവറൽ ഓഫ് ദ പേഷ്യൻറ്റ് ഷോഡ് ദ സൈൻസ് ഓഫ് ഹാവിങ് പാസ്ഡ് ദ ക്രൈസിസ്. എല്ലാ രോഗികളും വളരെയധികം അത്യാസന്നമായ നിലയിലായിരുന്നു. ബട്ട് 3, അതിൽ 3 പേർ ഹെൽപ്ലെസ് ആൻഡ് ഡെലീറിയസ്, പൊട്ടിയൊലിക്കുന്ന കുരുക്കൾ ഉണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ മുഴുവനും. അവരെല്ലാം അസുഖം മൂലം ഭ്രാന്തുള്ളതുപോലെ തോന്നിപ്പിച്ചു. എ മാസ് ഓഫ് റണ്ണിങ് സോസ്, പൊട്ടിയൊലിക്കുന്ന ധാരാളം കുരുക്കളുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്തവും ഒക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇവരെയെല്ലാം വർ ക്യാരി ഇൻ ദ ആംസ് ഓഫ് ഹസൻ. ഇവരെയെല്ലാം വാരിയെടുത്തുകൊണ്ടാണ് ഹസൻ, കൈകളിൽ വാരിയെടുത്താണ് ഹസൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആസ് വി സ്റ്റുഡ് ടുഗദർ ഐ സോങ് ദ സെറാങ്സ് ഡാർക്ക് ചീക്സ് വെർ വെറ്റ് വിത്ത് ടിയേഴ്സ്. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിറം മങ്ങിയ കവിളുകളിലൂടെ ഹസൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവർ പാസേജ് ത്രൂ ദ ബേ ഓഫ് ബംഗാൾ വാസ് ബ്രീഫ് ആൻഡ് അൺഇവൻറ്റ്ഫുൾ. ബംഗാൾ ഉൾക്കടലിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ചെറുതും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്തതുമായിരുന്നു. അങ്ങനെ ഐ ഹാഡ് ബെയർലി ടൈം ടു റീകവർ മൈസെൽഫ് ഓർ ടു റിയലൈസ് ദ എപ്പിഡമിക് ഹാഡ് ബീൻ കൺഫൈൻഡ് ബിഫോർ വി ആങ്കേർഡ് അലോങ് സൈഡ് ദ ക്വേ ഓഫ് കൽക്കട്ട. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൽക്കട്ടയിലെത്തി. സഡൻലി കൽക്കട്ടയിലെത്തിയതിനു ശേഷം സഡൻലി അറ്റ് മൈ എൽബോ എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആ സമയത്ത് ഐ ഹേർഡ് ദ ഫെമിലിയർ ഷ്രില്ലിംഗ് ഓഫ് മിസ് ജോപ്പസ് സ്മിത്ത്. ആ സമയത്ത് എനിക്ക് പരിചയമുള്ള ജോപ്പസ് സ്മിത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. അല്ലേ, അദ്ദേഹം എന്തായിരുന്നു ജോപ്പസ് സ്മിത്ത് ഹസനെക്കുറിച്ച് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? വളരെയധികം ഹസനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഡാർവിൻ്റെ സിദ്ധാന്തം വളരെ ശരിയാണെന്ന്, നിരീക്ഷണം ശരിയായിരുന്നുവെന്ന് ചിന്തിച്ചുവെന്നൊക്കെ അദ്ദേഹം തൻ്റെ സുഹൃത്തായ റോണിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് ജോപ്പസ് സ്മിത്ത് വീണ്ടും പറയുകയാണ്, ഓ ലുക്ക് റോണി ഒന്ന് നോക്കൂ. ദർ ഇസ് ദാറ്റ് അബ്സേർഡ് ക്രിയേച്ചർ അഗെയിൻ. നമ്മൾ ആദ്യം യാത്രയുടെ തുടക്കത്തിൽ കണ്ട ആ വികൃത ജീവിത വീണ്ടും വന്നിരിക്കുന്നു. വൺസ് മോർ ഐ ഫോളോഡ് ദെയർ യുണൈറ്റഡ് ഗെയ്സ്. ഒരിക്കൽ കൂടി ഞാൻ അവരുടെ നോട്ടത്തെ പിന്തുടർന്നു. ഐ മീൻസ് ഡോക്ടർ A.J. ക്രോണിൻ. ആൻഡ് ദർ അഗെയിൻ ഡൗൺ ദ ആഫ്റ്റർ ഹോഡ് നോക്കിംഗ് ഔട്ട് ദ ഹാച്ച് ബാറ്റൺസ് ടു അൺലോഡ് ബാഗേജ് വാസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദെയർ മേർച്ച് ഹസൻ.
അപ്പോൾ ഞാൻ ആ വിചിത്രമായ ജീവിയെ കാണാൻ വേണ്ടി ഞാനൊന്ന് നോക്കുകയായിരുന്നു. ഹസൻ ലഗേജുകളൊക്കെ ഇറക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഇതായിരുന്നു അവരുടെ പരിഹാസത്തിൻ്റെ പാത്രം അല്ലേ. ഇവനെയാണ് ഇവർ പരിഹസിക്കുന്നത്. The hunters from the Cheltenham swung round when bent her wit was fascination upon me. അല്ലേ, എല്ലാവരുടെയും ശ്രദ്ധ ഇവരുടെ ചിരി കേട്ട് ആ ഒരു പിന്നെ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ജോപ്പ സ്മിത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഡോക്ടർ, വേർ ഡിഡ് യു കീപ് ഹിം ഡ്യൂറിങ് ദ എൻറ്റയർ വോയേജ് ഡോക്ടർ ഡിയർ ഇൻ എ സ്പെഷ്യൽ കേജ്. അല്ലേ, അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ചോദിക്കുകയാണ്, ഈ ഒരു യാത്രയിലുടനീളം ഈ വിചിത്ര ജീവിയെ എവിടെയായിരുന്നു നിങ്ങൾ ഒളിപ്പിച്ചിരുന്നത്? അല്ലേ, ഒരു പ്രത്യേകമായ കൂട്ടിൽ അടച്ചു വെച്ചതായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ, ഈ സമയത്ത് സൈലൻസ്, എ വിഷൻ ഓഫ് ദ സെറാങ്സ് നൊബിലിറ്റി റൈസിങ് ബിഫോർ മീ, ഈ ഒരു കാര്യം പറയുമ്പോൾ ഹസനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കുലീനമായ സ്വഭാവം മുഴുവനും എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി നോക്കാം. യെസ്, ഇൻ എ വേ ഇറ്റ് വാസ് എ കേജ്. അല്ലേ, അതൊരു കൂടായിരുന്നു. ഞാൻ പ്രത്യേകമായൊരു കൂട്ടിലായിരുന്നു അദ്ദേഹത്തെ അടച്ചിരുന്നത്. ഇറ്റ് വാസ് ഈസ് ഇൻ ക്യൂർ ബിസ് ജോപ്പ സ്മിത്ത് ഇൻ ദ ആനിമൽസ് വെർ ഔട്ട്സൈഡ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ആ കൂട്ടിൽ മൃഗങ്ങളെല്ലാം പുറത്തായിരുന്നു. ജോപ്പ സ്മിത്ത് ആനിമൽസ് വെർ ഔട്ട്സൈഡ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജോപ്പ സ്മിത്തിന് മനസ്സിലാകും ആരാണ് അനിമലായി, വിചിത്ര ജീവിയായി മാറിയത്. ഹസൻ മാത്രം നല്ല ആളായി മാറുകയും അതുപോലെ തന്നെ ഇത് ചോദിച്ച ജോപ്പ സ്മിത്ത് വിചിത്ര ജീവിയായി മാറുകയും ചെയ്യുന്ന ഒരു മറുപടിയാണ് ഡോക്ടർ A.J. ക്രോണിൻ ആർക്ക് നൽകിയത്? ജോപ്പ സ്മിത്തിന് നൽകിയത്. ഇവിടെ യഥാർത്ഥത്തിൽ മിസ് ജോപ്പ സ്മിത്തും അവളുടെ കമ്പാനിയനായ റോണിയുമാണ് യഥാർത്ഥത്തിൽ ആനിമൽസായി മാറിയത്. ദേ കുഡ് നോട്ട് സീ ആസ് എ മാൻ ബട്ട് ആസ് എൻ ആനിമൽ. അവർക്ക് മനുഷ്യനായി കാണാതെ അവർ മൃഗമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു കപ്പലിൽ ഏകദേശം 1500 യാത്രക്കാരും ജോലിക്കാരും ഇവരുടെ പോലുള്ള മനുഷ്യത്വമില്ലാത്തവരാണെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഇവരെ കളിയാക്കിയ ഇവർ മാത്രമാണ് മനുഷ്യത്വമില്ലാത്തവരായി ഡോക്ടർ A.J. ക്രോണിൻ നമുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഈ ഒരു പാരഗ്രാഫ്. ഹസൻ ഹാഡ് നോ ഫോണ്ടനെസ് ഫോർ സ്പീച്ച് ബട്ട് ഡിസ്പൈറ്റ് ദ സൈലൻസ് അവർ ലോങ് നൈറ്റ് വിച്ചിൽ ഇതൊന്നും വേണ്ട. ഹസൻ ഹാഡ് നോ ഫോണ്ടനെസ് ഫോർ സ്പീച്ച് മതി. പിന്നെ എന്താണ് വേണ്ടത്? ഹി വാസ് ഫ്രം പഞ്ചാബ്. അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ളവളായിരുന്നു. വെൻസ് ഹിസ് പാരൻസ് ഹാഡ് വാണ്ടഡ് ടു സദേൺ ഇന്ത്യ. സദേൺ ഇന്ത്യയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരൻസ് പലായനം ചെയ്തത്. ദർ ലൈക്ക് മെനി അതേഴ്സ് ഹി ഹാഡ് ടേക്കൺ സീഫാറിംഗ് ലൈഫ്. മറ്റുള്ളവരെ പോലെ തന്നെ അദ്ദേഹവും കടലിനെ ആശ്രയിച്ചുള്ള ജീവിതം തിരഞ്ഞെടുത്തു. ഏകദേശം ഫോർ നിയർലി 40 years ഹി ഹാഡ് ഗിവൺ ഹിംസെൽഫ് ടു ദ ഓഷ്യൻ ഓഫ് ദ വേൾഡ്. ഏകദേശം 40 വർഷത്തോളമായി അദ്ദേഹം കപ്പലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിൽ 15 വർഷമായി അദ്ദേഹം രണാഗഞ്ചിയിലാണ് ജോലി ചെയ്യുന്നത്. ദെൻ ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ഷോർ. അദ്ദേഹത്തിന് സ്ഥലമില്ല. അതുപോലെ നൈദർ ഫാമിലിയില്ല, നോർ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളില്ല. ഇൻ ദ ഗ്രേറ്റ് ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ മഹാരാജ്യത്ത്. ഹി ഹാഡ് നെവർ മാരീഡ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. മതപരമായി അദ്ദേഹം മുസ്ലിമായിരുന്നു. ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വയർഡ് നത്തിങ്. ജീവിതത്തിലുടനീളം അദ്ദേഹം ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല. നൈദർ പ്രോപ്പർട്ടി നോർ മണി. സ്വത്തോ പൈസയോ സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഹിസ് ഫ്യൂ പൊസഷൻസ് കണ്ടെയ്നഡ് ഇൻ ഹിസ് ഷിപ്പ് ചെസ്റ്റ് മൈറ്റ് ബി എ വർത്ത് ഓഫ് ഫ്യൂ റുപ്പീസ്. പിന്നെ ഇത് തോട്ട് ഹേർട്ട് മീ അതൊന്നും വേണ്ട. പിന്നെ എന്താണ് വേണ്ടത്? ഹി വാസ് അൺമിസ്റ്റേക്കബിളി സിൻസിയർ. അദ്ദേഹം വളരെയധികം ആത്മാർത്ഥതയുള്ളവനായിരുന്നു. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതിഫലത്തോടുള്ള ആഗ്രഹമൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു. അതിനോടൊക്കെ അകന്നു നിൽക്കുന്ന ആളായിരുന്നു. മണി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഓഫ് ഹിം. അദ്ദേഹത്തിന് പൈസയോട് ബഹുമാനമോ അല്ലെങ്കിൽ താല്പര്യമോ ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് ഓൾവേസ് ഡെസ്പൈസ്ഡ് ഇറ്റ്. എപ്പോഴും അത് അവഗണിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റഡ് ഹി ഹാഡ് കറേജ്. അദ്ദേഹത്തിന് അതിനൊക്കെ പുറമെ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നു. സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം ഉണ്ടായിരുന്നു. ആൻഡ് ഫെയ്ത്ത്, വിശ്വാസവും ഉണ്ടായിരുന്നു. ദ മെൻ ഹി വർക്ക്ഡ് എമംഗ് ലിവ്ഡ് പുവർ ആൻഡ് ഡൈഡ് പുവർ.
ദെൻ ഇറ്റ് ഹാഡ് ബിക്കം എ ദ ഹാബിറ്റ് ഓഫ് ഹിസ് മൈൻഡ് ടു ഡിസ്റിഗാർഡ് ടുമോറോ. അതുപോലെ തന്നെ നാളെയെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്നും പ്രധാനമായി 2 ക്യാരക്ടർ സ്കെച്ചാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഒന്ന് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് 8 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കും. രണ്ടാമത് അല്ലെങ്കിൽ മിസ്സിസ് ജോപ്പ സ്മിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒരു 3 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മിസ് ജോപ്പ സ്മിത്ത് വാസ് എ പാസഞ്ചർ ഓൺ ദ റണാഗഞ്ചിയിലെ ഒരു യാത്രക്കാരിയാണ്. ഷി വാസ് എ ഒരു ത്രസ്റ്റിംഗ് പേഴ്സൺ ആണ്. ഷി വാസ് ഓവർ 30, ഏകദേശം 30 വയസ്സിന് മുകളിലുണ്ടാവും. ബട്ട് ഷി ഡ്രസ്ഡ് ഹെർസെൽഫ് സ്മാർട്ട്ലി ഇൻ എ ഡാഷിംഗ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. എന്നാൽ ചെറുപ്പമാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് വസ്ത്രം ധരിച്ചത്. ഷി വാസ് ദ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റണാഗഞ്ചിയിലെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആയിരുന്നു. ഷി വാസ് ആൾവേസ് സീൻ വിത്ത് ഹെർ മെയിൽ കമ്പാനിയൻ റോണി. അപ്പോഴും തൻ്റെ പുരുഷ സുഹൃത്തായ റോണിയുടെ കൂടെയായിരുന്നു ഉണ്ടാകുന്നത്. ഷി വാസ് എ സ്നോബ്, ഒരു പൊങ്ങച്ചക്കാരിയായിരുന്നു. ആൻഡ് ബിഗ് ബോർ, അല്ലെ, വളരെയധികം ബോറിംഗ് പേഴ്സണാലിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ഹെർ കമൻറ്റ് അബൌട്ട് ദ സെറാങ് വാസ്, അല്ലേ, സെറാങ്ങിനെ കുറിച്ചുള്ള അവളുടെ കമൻറ്റ് എന്തായിരുന്നു? ആൻ അബ്സേർഡ്ലി കോമിക് ക്രിയേച്ചർ, അല്ലെ, ഒരു വിചിത്രമായ കോമാളി എന്നായിരുന്നു അതുപോലെ പറഞ്ഞിരുന്നത്. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ആ ലാസ്റ്റ് കഥയുടെ അവസാനമുള്ള കാര്യവും നമുക്ക് ജോപ്പ സ്മിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താം. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ഈ ഒരു കഥയുടെ അവസാനത്തിൽ ഷി ആസ്ക്ഡ് ദ നരേറ്റർ, അവൾ ഡോക്ടർ എ ജെ ക്രോണിനോട് ചോദിക്കുന്നുണ്ട് വെദർ ഹി ഹാഡ് കെപ്റ്റ് ദ സെറാങ് ഇൻ എ കേജ്. ദ നരേറ്റർ ഗേവ് ഹെർ എ ബിഫിറ്റിംഗ് റിപ്ലൈ. ഈ വിചിത്രമായ കോമാളിയെ ഏത് കൂട്ടിലായിരുന്നു പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് അവൾ എഴുത്തുകാരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന് നല്ല ഒരു ചുട്ട മറുപടിയും എഴുത്തുകാരൻ നൽകുന്നുണ്ട്. എന്തായിരുന്നു എഴുത്തുകാരൻ നൽകിയത്? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് കെപ്റ്റ് ദ സെറാങ് ഇൻ എ കേജ്. ഈ സെറാങ്ങിനെ ഒരു കൂട്ടിലായിരുന്നു അടച്ചിരുന്നത്. ബട്ട് ഓൾ ദ ആനിമൽസ് വെർ ഔട്ട്സൈഡ്, അല്ലേ, മറ്റു മൃഗങ്ങളെ പുറത്തിട്ടുകൊണ്ടാണ് ആ ജോലിക്കാരനെ കൂട്ടിലിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹി മെൻറ്റ് ദാറ്റ് ഷി വാസ് ആൻ ആനിമൽ. ഈ ഒരു മറുപടിയിൽ നിന്നും ഡോക്ടർ എ ജെ ക്രോണിൻ അർത്ഥമാക്കുന്നത് ഷി വാസ് ആൻ ആനിമൽ, അവളായിരുന്നു ഒരു മൃഗം. വിത്ത് ഹെർ റൂഡ് റിമാർക്ക് അബൌട്ട് പീപ്പിൾ, മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ അഭിപ്രായമുള്ള അവളായിരുന്നു മൃഗം. ആൻഡ് ഹെർ ഷോയിങ് ഓഫ് നേച്ചർ, ഒരു പൊങ്ങച്ച സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് അവളാണ് ആനിമൽ എന്നാണ് ഡോക്ടർ എ ജെ ക്രോണിൻ ചിന്തിച്ചത്. ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ജോപ്പ സ്മിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നോട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.